ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം സെക്കൻഡ് ഡേ അങ്ങ് തുടങ്ങുകയാണ്. ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. ഫസ്റ്റ് ഡേ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ഡേ ഇവിടെ തുടങ്ങുകയാണ്. ചായ കുടിച്ചിട്ട് ഒന്നാമത് കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് ഇൻട്രോ എടുക്കാൻ വിട്ടുപോയത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിച്ച് അപ്പം മുട്ടക്കറിയും പിന്നെ ഫ്രൂട്ട്സ്, ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി. ഫുഡ് തന്നെ പറഞ്ഞെങ്കിൽ ഫുഡ് സെറ്റ് ഇട്ട് ഇവിടുത്തെ. ഞാൻ കുറച്ച് നല്ല ഭംഗി കാണുന്നുണ്ട് വീട്. ഇവിടൊക്കെ വീട് നമുക്ക് റെഡി ആയിട്ട് ഗെയിംസ്. അതെ അതെ, എവിടത്തേക്കാ വരുന്നതെന്നും ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ടാട്ടോ. നിങ്ങൾ ഗസ് ചെയ്യണം. പിന്നെ അത് കുറച്ച് പണിയാവില്ല. ആകെ ഒരു 190 വ്യൂസ് ഉണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ഗസ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ തന്നെ ഗസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇത് ഹാക്കോ അല്ലേ, കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അപ്പോൾ ഞങ്ങള് കൊച്ചിയില് ഹാക്കോ എന്നുള്ള റിസോർട്ടിലാണുള്ളത്. അപ്പം വിശേഷങ്ങൾ പിന്നെ കാണാം. രാവിലെ 8 മണിക്കത്തെ കയാക്കിങ്ങിൽ മാളവികയും ജീവിതയും പോയി ഗൈസ്. നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, ആയിരുന്നു ജീവിത കയാക്കി. ഞങ്ങള് കൊറേ മുക്കി, ഒരു ചെടിയില് മുക്കി, മാംഗോസിന് ഉള്ളിലേക്ക് പോയി. ഓ വല്ല പൊട്ടിച്ചിട്ട് വന്നു വന്നു. പക്ഷേ ഫൺ, നൈസ് എക്സ്പീരിയൻസ്. നിനക്ക് എന്താണ് പറയാനുള്ളത്? മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറെ ഇങ്ങനെ പോയി, പിന്നെ ചെടിയുടെ ഉള്ളിലൊക്കെ ഞങ്ങൾ കുറെ ക്യാവ്സ് ഒക്കെ ഉണ്ടാക്കി. ബട്ട് ഇറ്റ് വാസ് ഫൺ. കൈ കുറച്ച് വേദന ഉണ്ട്. ഓവറോൾ നനഞ്ഞു, മറന്നു വിടാണ്ട് ഞങ്ങൾ ബാലൻസ് ആയിട്ടിരുന്നു. അതാണ് ഈവനിങ് സ്ലോട്ടാണ്. എന്താവും ഏതാവുന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ഈവനിങ് കാണാം. പിന്നെ എല്ലാം റെഡി ആവാൻ തുടങ്ങി. ഓരോരാൾ ഓരോ മൂലക്ക് പോയിട്ട് കണ്ണെഴുതുക, മുടി ശരിയാക്കുക, അങ്ങനെ അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് അസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഇങ്ങനെയാണ് ഗേൾസിന്റെ റൂം ഉണ്ടാവുക ഒരു ട്രിപ്പിന് വന്നാലെന്ന്. അതെല്ലാം ഇടും, ഒന്നുമില്ലേ. നമ്മളിപ്പോ ലേറ്റ് ആയി എത്തും, മാം നമുക്ക് പണിഷ്മെന്റ് തരും. ഇന്നലെ പാട്ടായിരുന്നു, ഇന്ന് ഡാൻസ് ആയിരിക്കും. ഇന്നലെ ഡാൻസ് ആയിരുന്നു, ഇന്ന് പാട്ടായിരിക്കും. രസണ്ടാ കണ്ണുള്ള? ഓ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആർക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി ഇതിൽ കാണുമ്പോ. എനിക്ക് ക്യാമറേന്റെ കൂടെ ആണോ എന്തോ. നോക്കൂ, pretty girls. അങ്ങനെ എല്ലാവരും വേഗം വേഗം റെഡി ആവുന്നതാണ് നിങ്ങൾ കാണുന്നത്. കാരണം മാം പണിഷ്മെന്റ് തരുന്ന എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ എല്ലാവരും റെഡിയായി. എങ്ങനെ മുടി കിട്ടും കഴിച്ചു പറഞ്ഞതാ. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഇത്രക്ക് ബോയ്സ് ഗ്യാങ് വരുന്നുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഓ വരുന്നേ ഗെയിമിങ്ങിന്റെ പ്ലാനിങ് ആണ് ഗൈസ് അല്ലേ. കുറച്ച് ലുക്കലായിട്ട് വരണ്ടേ. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ നമ്മളെ ടീമാക്കി വിട്ട്. സാർ എന്തൊക്കെ ബലൂണെല്ലാം എടുത്ത് വരുന്നുണ്ട്. ടീമായി ഗൈസ്. നമ്മളെ ടീമിലത്തെ ആൾക്കാർ നോക്കൂ. ഇനി പറയുന്നില്ല. Oh, nice. Without touching the balloon, go there, turn and come back. Who comes first will be the winner. അത് കഴിഞ്ഞ് ബലൂൺ വീർപ്പിക്കലായി, ബലൂൺ പൊട്ടിക്കലായി. എല്ലാം കഴിഞ്ഞ് ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. ഞങ്ങളുടെ ടീമാണ് ഫസ്റ്റ് ആയത്. പക്ഷെ ഞങ്ങളുടെ ടീമിൽ മാളവികക്ക് മാത്രം ബലൂൺ കിട്ടിയില്ല.
പ്രോപ്പർട്ടീസ് ആണ് ബലൂണും പേപ്പറും. പിന്നെ ഇതിലെ പകുതി വീഡിയോസ് അങ്ങ് എടുത്ത് തന്ന് സഹായിച്ച് ദാഷിത് സാറാട്ടോ. സാർ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ നോക്കിപ്പിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. Drops down, we are out of the game. If it drops down, please get up and come. Go that side. Do you understand? Tap the balloon, it will go out. That time write only one letter at a time. One. സാറിന് പറയാനുള്ളത് വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് പറയാൻ. സാർ എത്ര വാക്ക് എഴുതി? എത്ര എഴുതി? സാർ എഴുതിയില്ലേ? ഞാൻ ശ്രമിച്ചു, ഡി പോലും പറ്റിയിട്ടില്ല. ഡു യു ഡി പോലും ചെയ്ത ഓക്കെ ഭ്രാന്ത്. ഓക്കെ പിന്നെ നട്ടഭ്രാന്താണ്. ലയിച്ചില്ല. ജിസ്മര എഴുതിയോ? ജിസ്മര ഭയങ്കര ഹാൻഡ് റൈറ്റിംഗ് ആണ് കണ്ടല്ലേ. ഫസ്റ്റ് ആയിരിക്കുന്നത്. ഭയങ്കര ഹാൻഡ് റൈറ്റിംഗ് എഴുതിയ ഉടായിപ്പ്. ഒളിഞ്ഞു കിടന്ന കഴിവുകളൊക്കെ നമ്മൾ പുറത്തെടുത്തു. അതെ, എന്താ പറഞ്ഞേ? എന്താ സാധനം? അപ്പൊ അതന്നെ തേങ്ങ വേണ്ടേ? തേങ്ങ തെങ്ങില് തേങ്ങ മറക്കുന്നുണ്ട്. കുമ്പളങ്ങി ഒരു ആർട്ടിസ്റ്റ് തന്നെ. ഇപ്പൊ അല്ലെങ്കിൽ മാം എന്നെ പിടിച്ച് തല്ലും. ഞാനും വരച്ചു. ഞാൻ എല്ലാവരുടെ പേര് എഴുതുകയാണ് ഇതില്. DFP 2028 ആയോ? സാറിന്റെ കഴിവിനെ തെളിയിക്കണം. ചെറുപ്പത്തിൽ നിന്ന് വന്നില്ല. കുന്നും മല സൂര്യൻ. ഉണ്ടോ ഗൈസ്? ക്രിയേറ്റിവിറ്റി ഉണ്ടോ? ക്രിയേറ്റിവിറ്റി, ആർട്ടിസ്റ്റ്. അടുത്ത ഗെയിമാണ്. ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ ജയിച്ചു. സെക്കൻഡ് ഗെയിമിൽ ആര് ജയിച്ചു? നമ്മുടെ ടീമേറ്റ് തന്നെയാണ്. അടുത്ത ഗെയിം എന്തോ ലൈനാണ് നിൽക്കാൻ പറയുന്നുണ്ട്. നമ്മളെല്ലാം ഒരു ടീം ലീഡർ. നമ്മുടെ ടീം ലീഡർ ആയിരുന്നു. നമ്മൾ ടീം ലീഡർ എവലിനാണ്. ലേറ്റ് ഇല്ല ഗൈസ് കാണാൻ. You have to draw by listening to their instruction. But കസിൻ എന്നാ വ്ലോഗിൽ പെടൂ. എല്ലാവർക്കും പേടിയാണ് ഗൈസ്. അപ്പുറത്തേക്കും നസീം സബ. സൂര്യ ഡാൻസ് കളിക്കൂ. വികൃത രൂപാണോ? വരച്ചില്ലേ? അതിന്റെ അങ്ങ് അറ്റം ലെഫ്റ്റ് ഏറ്റവും ലെഫ്റ്റിൽ നിന്ന് വലിയൊരു റെക്ടാങ്കിൾ മേലോട്ട് വരച്ചു. വലിയൊരു മനസ്സിലായോ? എങ്ങനെയാ അതന്നെ ലൈക്ക് ക്രൈം മനസ്സിലായോ? എന്നിട്ട് നമ്മളാണ് ഈ കളിയിൽ ജയിച്ചതല്ലേ? ഫസ്റ്റ് പറഞ്ഞെടുക്കും. നമ്മളെ നറേറ്ററെ കാണിക്കും. ഇതാണ് നമ്മളെ വിറപ്പിച്ചത്. പൂച്ചയാണ്, പൂച്ചപ്പൂ. കണ്ടോ ഇവര് മറ്റേ ഏത് കല്ലാന്ന് പറയണേ? ഏതെല്ലാം കല്ലിട്ടിട്ടില്ലേ? 3 കല്ല് വെച്ചിട്ടുണ്ട്. മെജീഷ്യൻ തന്നെ. ഇത് കല്ലെന്ന് പറ. അങ്ങനെ ചെയ്യാൻ തൊടാൻ പാടില്ല. ജയിച്ചു. ഇച്ചിക്ക് ഫുൾ പ്ലാൻഡ് ആണ് ഗൈസ്. ഫുൾ പ്ലാൻ. ഇവര് ഫുൾ പ്ലാൻ ആണ്. ബാക്കി ആളും ശരിയില്ല. ഓർത്തുവാൻ കളിച്ച് ഇവനും ശരിയില്ല.
അങ്ങനെ പിന്നെ ഗെയിം സ്റ്റാർട്ടായി. ഗെയിം എന്താ വെച്ചാൽ ഡാൻസ് സ്റ്റെപ്പ് ലാസ്റ്റ് വരെ ഇങ്ങനെ എത്തിക്കണം, അതാണ്. അപ്പോൾ ആഷിത് സാറാണ് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തത്. ആഷിത് സാറും മാമും കൂടിയിട്ട് സഞ്ജയ്ക്ക് കാണിച്ചു കൊടുത്തു. ശരിക്കും ഡാൻസ് ആയിരിക്കും വിചാരിച്ച് നമുക്ക് പാളിപ്പോയി. ഗെയിം അങ്ങോട്ട് മാറ്റി. ഇനി സെൻറ്റൻസ് ലാസ്റ്റ് വരെ എത്തിക്കാവുന്നതാണ് നമ്മളെ ടാസ്ക് വെച്ച് വന്നത്. ഇവിടെയൊക്കെ പിന്നെ എന്ത് നടന്നാലും Once enough. Next. Hello. Yaar order. Mero sir. Thriyamilla. Mudichita. Knife. You should take very loud. Black and white cat. A group of white and black kittens climbed the kitchen counter and took the fishes. Who is the second? Third. A group of black and brown kittens climbed the kitchen counter and took the fish. Next. Yeah. Black and white climb the counter of the kitchen. Okay, next. Black and a group of black and white kittens climb the kitchen. ഇവിടെയാണ് തെറ്റ്. A group of black and white kittens climb the kitten. Okay. Next. Climb the Even kitten marichi. on kitten. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിറ്റൺ മൗണ്ടൻ ക്ലൈംബിംഗ് മൗണ്ടൻ. Okay, next. അവൻ കിட்ட പോകുമ്പോൾ ഒന്നുമേ അല്ല. one black and white kitten live. Same. Knife enna sonneenga? Black and white kitten. Cat. Yeah. A sentence is a group of white and brown kittens climbed the kitchen counter and took the fish. ഇവൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് ഉപ്പ് കലം മറന്ന് നമുക്ക് ഇതുണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞെടുക്ക്. കല്ല്, മണല്, വെള്ളം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം ഗൈസ്. സാർ പറഞ്ഞു കൊടുക്കൂ റെസിപ്പി. Actually, after filling it, മനുഷ്യനാണെങ്കിൽ കുറെ ഒരു ഹ്യൂമൺ ആയിട്ട് എടുക്കാം. ഞാനാണെങ്കിൽ കുറെ എന്തൊക്കെയോ ഉണ്ടാവല്ലോ ഒരാളിൽ. എന്ത് പറയാ, കുറെ ഇമോഷൻസ് ആയാലും സ്വഭാവമായാലും ക്യാരക്ടറിസ്റ്റിക്സ്. okay, like that. So like that, we are filled with many things. many things. Okay, good. Then here, boys. അതെല്ലാം കഴിയുമ്പോൾ മാം എൻ്റെ ഫോണും വാങ്ങിയിട്ട് ഒരു റൈം വെച്ചെന്ന്. ആദ്യം വെച്ചത് ഏതോ റൈം നമുക്കറിയില്ല. പിന്നെ നമ്മൾ ടിങ്കിൾ എടുത്ത് അതങ്ങോട്ട് പാടി. കുറേ ആൾക്കാർ ഫോട്ടോ സെക്ഷൻ പോയി. നമ്മളവിടുന്ന് പാട്ടും പാടത്തല്ല. Oh,
കുഴി കണ്ടപ്പോ എല്ലാവരും നമ്മളെ കൂട്ടാതെ ഫോട്ടോ എടുക്കാൻ പോയി ഗൈസ്. അതെ, നമ്മൾ കുറച്ച് റെഡി ആയിട്ടെല്ലാം പോകുന്നുണ്ട്. ലിപ്സ്റ്റിക് അത് വേണ്ടേ ഫോട്ടോ എടുക്കുമ്പോൾ? അതെ, ഞാൻ നോക്കുന്നതാണെങ്കിലും രസം എന്തെല്ലാം അർത്ഥമുണ്ട്. കാസർഗോഡൻ ഭാഷ. നമ്മ അടുത്തുമ്പോഴത്തേക്ക് എല്ലാവരും ഫോട്ടോ എടുപ്പ് തുടങ്ങി. അവിടെ ആണെങ്കിൽ നട്ടപ്പൊരു വെയിലും. പിന്നെ അവിടെ നിന്ന് ഒരു ചേട്ടനും ചേച്ചിയും കക്ക വാരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളതൊക്കെ പോയി നോക്കി. പിന്നെ നമ്മൾ അവരോട് വിശേഷമൊക്കെ പറഞ്ഞ് അവരോടെല്ലാം വർത്താനെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷനിലോട്ട് പോയി. അങ്ങനെ ഞങ്ങളും എടുത്ത് കുറച്ച് ഫോട്ടോസെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും മടുത്തിരിക്കുക വെയിലെല്ലാമായിട്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാ. കോർണറുണ്ട് ഗൈസ്. പോയിട്ട് നമുക്ക് കിട്ടൂല. 1:30 വരെ ഫുഡില്ലു. അപ്പോൾ 1:10 പോരാതെ ചിക്കൻ ബിരിയാണിയാണ് ബഫേ. നമ്മൾ നേരത്തെ കാലത്ത് എത്തണം. അങ്ങനെ വിശന്നിരിക്കുന്നതുകൊണ്ട് ഒറ്റ വിളിയിൽ തന്നെ എല്ലാവരും വന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. എല്ലാവരും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടന്നു വന്ന്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് 3 ദിവസത്തെ ഫുഡായാലും നല്ല സെറ്റ് ഫുഡായിരുന്നു. ഒന്നിനും ഒരു കുറവും ഇല്ലാണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ്. പിന്നെ ഫുഡ് കഴിക്കാനായെന്ന് പറയുമ്പോൾ ഇവരെല്ലാം സൈക്കിൾ ഓട്ടുന്ന അവരെല്ലാം വന്ന് ഫുഡ് കഴിക്കാനെത്തി. നമ്മളെക്കാട്ടും മുന്നേ അവരെത്തി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വയറ് നിറച്ച് നമ്മളെന്താ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് വേറെ റൂമിലേക്ക് പോയി. കാരണം ഞങ്ങൾക്ക് റൂം ഷിഫ്റ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ ലാക്ക് വ്യൂ റൂമിലേക്ക് പോവുകയാണ്. അപ്പം പോയിട്ട് ഷിഫ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ ഇന്ന് സെക്കൻഡ് റൂമിലേക്ക് മാറി. വ്യൂ കാണിച്ചില്ല. ഇന്ന് നമ്മൾ ഈ റൂമിലാണ് ഗൈസ്. എൻ്റെ റൂംമേറ്റ്സിനെ കാണിച്ചു തരാം. ഇവരിവിടെ കോഫി ഉണ്ടാക്കാണ് ഗൈസ്. കോഫി വാഷ്റൂമിന്റെ സെറ്റപ്പ് തന്നെ. ഓക്കെ ബൈ. ഉച്ചയ്ക്ക് ശേഷമുള്ള ഗെയിംസിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനൊന്ന് ചെറുതായിട്ട് സൈഡായിപ്പോയി പീരിയഡ്സ് ആയിട്ടേ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എണീറ്റ് പിന്നെ കയാക്കിങ്ങിന് പോകാനാണ് നിങ്ങൾ കാണുന്നത്. 5:30 എൻ്റെ സ്ലോട്ട്. പക്ഷെ സ്ലോട്ട് അനുസരിച്ചൊന്നുമല്ല പോകണേ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ കയാക്കിങ്ങിന് പോവാണ്. ഞാനും നൈഫാണ് ഒന്നില് ഗോപിയും നന്ദനും. എന്താ പറയാനുള്ളേ? എന്താ പറയാനുള്ളേ? പോയിട്ട് വരാം. നന്ദനക്ക് എന്താ പറയാനുള്ളേ? ഒന്നും പറയില്ല. ദേവിക എക്സ്പീരിയൻസ് പറയൂ. വളരെ അടിപൊളിയായിരുന്നു. ചാവുന്നാണ് വിചാരിച്ചത്, പക്ഷെ തിരിച്ചെത്തി. അതെ അതെ, ഞങ്ങൾ ആദ്യം ഭയങ്കര എന്താ പറയാ, രണ്ടുപേരും ഒരേപോലെ ഒന്നല്ല തുഴഞ്ഞോണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞു നിങ്ങൾ മാസ്റ്റർ പ്രോ ആയി. പച്ചക്കള്ളം. ഞാൻ പോകുന്നൊരു പ്രോ ഡ്രൈവറിന്റെ കൂടെയാണ് ഗൈസ്. 3 പ്രാവശ്യം ചാവാൻ പോയത്. നമ്മളാണ് ഒരുമിച്ച് പോകുന്നത്. അപകടം പറ്റി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? സാധനമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു. കയാക്കിങ്ങിന് പോകുന്നതിന് മുന്നായിട്ട് അതിലെങ്ങനെ പോവേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ള റൂൾസും സംഭവങ്ങളൊക്കെ നൈഫ് നമുക്ക് പറഞ്ഞുതരാണ്. നൈഫാണെങ്കിൽ 2-3 വട്ടം പോയ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എനിക്ക് വയ്യാത്തോണ്ടോ എൻ്റെ കൂടെയും വന്ന്. തുഴയാൻ പോകുന്ന ലീഫിന്റെ സാധനം ഇത്രയൊക്കെ ഉള്ളു. ഇനി പോകുമ്പോ കാണാൻ പറ്റി. ചത്തില്ലെങ്കിൽ തിരിച്ചു കാണാം. അല്ല, തിരിച്ചു വരും. വീഡിയോ എല്ലാരും പോയിട്ട് തിരിച്ചോട്ടെ. ഓക്കെ, ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്യും. ഡയലോഗ് സംഭവം
അവര് ആ മതിൽ മധുരമലേക്ക് കുത്താൻ പോകുന്നതാണെന്ന് അറിഞ്ഞിട്ടും മുമ്പിലോട്ട് തുഴയുന്ന ധീര വനിതകളാണ് നന്ദിനിയും ഗോപികയും. പിന്നെ ഒരു വഴിക്ക് പോകുന്നതല്ലേ, അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും ഒന്ന് അവർ വഴിയെ പോവാന്ന്. അങ്ങനെ ഞങ്ങളും ആ വഴിയെ നീങ്ങി. അവിടെ അപ്പുറത്ത് 2 കപ്പിൾസ് ഉണ്ട്, ചേട്ടനും ചേച്ചിയും എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും തിരിയുന്നില്ല. അതും പിന്നെ വേറെ കാര്യം. പിന്നെ ഞങ്ങളും പോയി. ഞങ്ങളും ഇന്ന വേഗം മനസ്സിലായപ്പോൾ തന്നെ റിവേഴ്സ് എടുക്കാൻ തുടങ്ങി, പക്ഷെ അങ്ങോട്ട് വരുന്നില്ല. ഫോൺ എടുക്കാനുള്ള പേടിയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഫോൺ എടുത്തില്ല. ഈ ഒരു വീഡിയോ മാത്രമേ കയാക്കിങ്ങിൻ്റെ കിട്ടിയുള്ളൂ, പക്ഷെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇരുടായി. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്ഥലം കാലിയായി. നമ്മൾ കയാക്കിങ് കഴിഞ്ഞ് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ നല്ല ഭാഗം പോയി. നല്ല എക്സ്പീരിയൻസ്. കയാക്കിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും നൈഫും നല്ലപോലെ പോയി. ഇവര് പൊട്ടന്മാരെ കണക്ക് പോയിട്ടാണ് നല്ലപോലെ അല്ല പകക്ക് ഞാൻ പറഞ്ഞു വയ്യാത്തല്ലേ എന്താ ഞാൻ തൊഴാന്ന് പറഞ്ഞു. ഞങ്ങൾ റിസോർട്ടിലെത്തുമ്പോഴത്തേക്ക് ഇന്നലെ കയാക്കിങ്ങിന് പോയവരൊക്കെ ഇരുന്ന് പൂളിൽ കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ക്യാമ്പ് ഫയറിന് വേണ്ടി റെഡിയായി സെറ്റായിട്ട് ഫുഡ് കഴിക്കാം ആദ്യ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ക്യാമ്പ് ഫയറിൽ എല്ലാവരും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ സാറിൻ്റെ വൈഫിനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഭാര്യയ്ക്കുള്ള ഡെഡിക്കേഷൻ കഴിഞ്ഞിട്ട് സാറ് ഞങ്ങൾക്കും വേണ്ടി ഒരു പാട്ട് പാടുത്തുന്നു. അങ്ങനെ ആ പാട്ട് കുറച്ച് വീഡിയോ ക്ലിപ്പേ കിട്ടിയുള്ളൂ. ക്യാമ്പ് ഫയറിൽ മെയിനായിട്ട് മാം പറഞ്ഞു ഓരോരാൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന്. എനിക്ക് കിട്ടിയ പേര് ജീവിതമായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പാടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓണായി. പിന്നെ എല്ലാവരും കൂടി ഡാൻസായി, പാട്ടായി. അങ്ങനെ ക്യാമ്പ് ഫയർ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അതെ, അതൊന്നും എടുക്കാൻ പറ്റിയിട്ടോ. ഗുഡ് നൈറ്റ് മാം. വണക്കം. ഗുഡ് നൈറ്റ്. ക്യാമ്പ് ഫയർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ നമ്മൾ അടിച്ചു പൊളിച്ചു. ഉറങ്ങണം. നല്ല ഉറക്കം കണ്ടു തട്ടി. അത് ഇനി നേരെ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വേഗം കടന്നുറങ്ങില്ല. എല്ലാവർക്കും ക്ഷീണാണേ. പിന്നെ ഇത്രയേ ഉള്ളൂ. ബൈ.